അവ നശിക്കും, നീ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. പുതുപോലെ നീ അവയെ മടക്കും, അവയ്ക്ക് മാറ്റം സംഭവിക്കും. നീ യഥാസ്ഥിതിയിൽ തന്നെയായിരിക്കും. നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ആഹായ് ബാർക്കോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോറിയോ വിമറുലി ബേർഹാത് വേനോ യോമോനോ ഇൽദോ. ഹല്ലേലൂയ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. കാലത്ത് തന്നെ ആധിപത്യപ്പെട്ടതായ ജനങ്ങളെല്ലാം പേർവഴി ചാർത്തപ്പെടണമെന്ന ഒരു കൽപ്പനയുണ്ടായി. കൊറീനോസ് സിറിയയിൽ നാടുവാഴിയായിരിക്കുമ്പോൾ ആദ്യത്തെ പേർവഴി ചാർത്തലായിരുന്നു. സ്വന്തം പട്ടണത്തിൽ വെച്ച് പേർവഴി ചാർത്തപ്പെടുവാനായിട്ട് എല്ലാവരും പോയിക്കൊണ്ടിരുന്നു. യോസേഫും ദാവീദിന്റെ ഗോത്രത്തിലും കുലത്തിലും ഉള്ളവനുമായിരുന്നുകൊണ്ട് യഹൂദിയായ ദാവീദിന്റെ ബേത്ലഹേം എന്ന് വിളിക്കപ്പെടുന്നതായ പട്ടണത്തിലേക്ക്, ഗലീലായിലേക്ക്, നസ്രേത്ത് പട്ടണത്തിൽ നിന്ന് നയിക്കുവാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഗർഭിണിയായ മറിയാമിനോടുകൂടെ പേർവഴി ചാർത്തപ്പെടുവാനായി പോയി. അവർ അവിടെ പാർക്കുമ്പോൾ അവൾക്ക് പ്രസവകാലം വന്നു. അപ്പോൾ അവൾ തന്നെ ആദിജാതനായ പുത്രനെ പ്രസവിക്കുകയും അവർ പാർത്തിരുന്നിടത്ത് സ്ഥലമില്ലാതിരുന്നതുകൊണ്ട് കുട്ടിയെ വസ്ത്രങ്ങൾ പുതപ്പിച്ചൊരു പുൽക്കൂട്ടിൽ കിടത്തുകയും ചെയ്തു. അവർ പാർത്തിരുന്നതായി സ്ഥലത്ത് രാത്രിയാമങ്ങളിൽ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ കാത്തുകൊണ്ടിരുന്ന ആട്ടിടയന്മാർ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ മാലാഖിയപ്പോൾ അവരുടെ അടുക്കൽ ചെന്നു. കർത്താവിന്റെ തേജസ് അവരുടെ മേൽ ശോഭിച്ചു. അവർ വളരെ ഭയപ്പെടുകയും ചെയ്തു. മാലാഖി അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, സർവ്വലോകത്തിലും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മശീഹ കർത്താവ് എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി നാം ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് അടയാളം വസ്ത്രങ്ങൾ പുതപ്പിച്ച് ഒരു പുൽക്കൂട്ടിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് മാലാഖിയോടുകൂടി അനേകം സ്വർഗ്ഗസേനകൾ പ്രത്യക്ഷനായി. അവർ ഇപ്രകാരം പറഞ്ഞു, ദൈവത്തെ സ്തുതിച്ചു. മാലാഖമാർ അവരെ വിട്ട് സ്വർഗ്ഗത്തിലേക്ക് പോയ ശേഷം ആട്ടിടയന്മാർ നമുക്ക് ബേത്ലഹേം വരെ ചെന്ന കർത്താവ് തന്നോട് അഴിച്ചുണ്ടായതായി സംഗതികൾ കാണാമെന്ന് പറഞ്ഞു. അവർ വേഗത്തിൽ ചെന്ന് മറിയാമിനെയും യോസേഫിനെയും പുൽക്കൂട്ടിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ട ശേഷം അവർ ആ ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ടതായി സംഗതികൾ പ്രസിദ്ധമാക്കി. കേട്ടവരെല്ലാവരും ആട്ടിടയന്മാർ പറഞ്ഞതായ കാര്യങ്ങളെ കുറിച്ച് അത്ഭുതപ്പെടുകയും ചെയ്തു. മറിയാമാകട്ടെ ഈ വാർത്തകളെല്ലാം നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു നിരൂപിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ട പ്രകാരം സകലതും കാണുകയും കേൾക്കുകയും ചെയ്ത് ആട്ടിടയന്മാർ തന്നിമിത്തം ദൈവത്തെ സ്തുതിച്ച് പൂഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. തെശുബഹത്തോ
നരലോകർക്കും ദിശുബോഹത്തോമറോമേ അല്ലറവോ ശ്ലോമോ ശൈനോ സബറോ തോബോ ലബനൈനോശോ ഉളവാകാം സ്തുതി ദൈവത്തിനു വാനിൽ ധരണീതിൽ ശാന്തി നല്ലൊരു ശരണം നരലോകർക്കോ അറവോ ശ്ലോമോ ശൈനോ സബറോ തോബോ ലബനൈനോശോ തെശുബോഹത്തോ ലാലോഹോ ബമറോമേ അല്ലറവോ ശ്ലോമോ ശൈനോ സബറോ തോബോ ലബനൈനോശോ മാലാഹമാരും പ്രധാന മാലാഹമാരും സ്തുതിക്കും പോലെ ബലഹീനരും മൺമേരുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാ കാലത്തും എല്ലാ സമയത്തും ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനം നിരപ്പും മനുഷ്യ മക്കൾക്ക് നല്ല ശരണവും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തിയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം ഞങ്ങൾ നിനക്ക് കരയേറ്റുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവവും സ്വർഗീയ രാജാവ് കൃഷ്ണവുമായ കർത്താവേ, നിന്റെയും യേശുമിശിഹായ പുത്രനായിരിക്കുന്ന ദൈവമായ കർത്താവേ, പരിശുദ്ധ റൂഹായുടെ കൂടെ നിന്റെയും നിന്റെ സ്തുതിയുടെ വലിപ്പം നിമിത്തം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനും തന്റെ പിതാവിന്റെ വലതുഭാഗത്ത് മഹത്വത്തോടുകൂടി ഇരിക്കുന്നതിനുമായുള്ളവേ, നിന്റെ ശനിയാഴ്ച ഞങ്ങളുടെ അപേക്ഷ കൈക്കൊണ്ട് ദയതോടെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പിതാവിന്റെ വലതുഭാഗത്ത് മഹത്വത്തോടെ ഇരിക്കുന്നവനെ ദൈവത്തോടെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു. പിതാവായ ദൈവത്തിന്റെ മോത്രത്തിന് പരിശുദ്ധ റൂഹായോടുകൂടെ യേശുമിശിഹായ നീ മാത്രം കർത്താവുമാകുന്നു. ആമേൻ. എല്ലാ കാലത്തും ഞങ്ങൾ ജീവനോട്ടിരിക്കുന്ന ദിവസങ്ങളൊക്കെയും നിന്നെ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യമുള്ളതുമായ നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ളത് കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ തിരുനാമം മഹത്വമുള്ളതും നീ എന്നേക്കും മഹത്വങ്ങളിൽ പ്രാബല്യമുള്ളവനാകുന്നു. സ്തുതി നിനക്ക് യോഗ്യമാകുന്നു, മഹിമയുക്തമാകുന്നു. സകലത്തിന്റെ ദൈവവും സത്യത്തിന്റെ പിതാവുമായവനെ, നിനക്ക് ഏകപുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും സ്തുതിയും സ്തോത്രയോഗ്യമാകുന്നു. ആമേൻ. മാലാഹമാരും പ്രധാന മാലാഹമാരും സ്തുതിക്കും പോലെ ബലഹീനരും മൺമേരുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാ കാലത്തും എല്ലാ സമയത്തും ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനം നിരപ്പും മനുഷ്യമക്കൾക്ക് നല്ല ശരണവും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവം, സ്വർഗീയ രാജാവും സൃഷ്ടാവുമായ കർത്താവേ, നിന്റെയും യേശുമിശിഹായ ഏകപുത്രനായിരിക്കുന്ന ദൈവമായ കർത്താവേ, പരിശുദ്ധ റൂഹായുടെ കൂടെ നിന്റെയും നിന്റെ സ്തുതിയുടെ വലിപ്പം നിമിത്തം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ ദൈവമേ, കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനും തന്റെ പിതാവിന്റെ വലതുഭാഗത്ത് മഹത്വത്തോടുകൂടി ഇരിക്കുന്നതിനുമായുള്ളവേ, നിന്റെ ചെവിചാഴ്ച ഞങ്ങളുടെ അപേക്ഷ കൈക്കൊണ്ട് ദൈവത്തോട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. പിതാവിന്റെ വലതുഭാഗത്ത് മഹത്വത്തോടെ ഇരിക്കുന്നവനെ ദൈവത്തോട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു. പിതാവായ ദൈവത്തിന്റെ മോഹത്തിന് പരിശുദ്ധ റൂഹായോടുകൂടെ യേശുമിശിഹായ നീ മാത്രം കർത്താവുമാകുന്നു. ആമേൻ. എല്ലാ കാലത്തും ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയും നിന്നെ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യത്തിനുള്ളതുമായ നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവരാകുന്നു. നിന്റെ തിരുനാമം മഹത്വമുള്ളതും നീ എന്നേക്കും മഹത്വങ്ങൾ പാപമുള്ളവരുമാകുന്നു. നിനക്ക് യോഗ്യമാകുന്നു, നിനക്ക് യുക്തമാകുന്നു. സകലത്തിന്റെ ദൈവവും സത്യത്തിന്റെ പിതാവുമായവനെ, നിനക്ക് മേഘപുത്രനും ജീവനുള്ള പരിശുദ്ധനായിരിക്കും മോക്ഷചേർച്ചയാകുന്നു. അതിപ്പോൾ എല്ലാ സമയത്തും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾ
അടുക്കിലേക്ക് നടത്തിക്കൊണ്ടുവന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഭീതിരഭിയും വഴി പോകുമ്പോൾ ഞാനൊരു പെൺമണിയെ കണ്ടു. കന്യകയവളോ സ്തന്യവതി, നാളൊരു പൈതലിനെ ശിവാഘോഷത്തിന്റെ സമയത്ത് ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, കരുണമില്ലാത്തവൻ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി യാതം ചെയ്തവനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ എന്ന് പ്രതിവാക്യമായി എല്ലാവരും ചൊല്ലുവാനായിട്ട് ഓർപ്പിക്കുന്നു.